സ്വിംഗ് ട്രേഡിംഗ് ഓൾറെഡി ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്കോ അതല്ലെങ്കിൽ ഡെയിലി കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വന്നിരിക്കാൻ സമയമില്ലാത്തവർക്കോ നല്ല ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ട്രേഡിംഗ് രീതിയാണ് സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനുശേഷം നമ്മൾ ഒരു ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി എങ്ങനെയാണ് സ്വിംഗ് ട്രേഡിങ്ങും ഇൻട്രാ ട്രേഡിങ്ങും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ടെക്നിക്കാലിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് പഠിച്ചു പോകും. നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റിയാണ് കൂടുതൽ പഠിക്കാൻ താല്പര്യമെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് സീരീസിന്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റിയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. നിങ്ങൾ സർവൈവലിന് വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡിംഗ് ചെയ്യരുത്. നല്ല രീതിയിൽ എഫേർട്ട് എടുക്കാനും പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. എല്ലാ ആളുകളും ട്രേഡ് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല. തെറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ നഷ്ടം തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള തീരുമാനമായിരിക്കും ഈ ട്രേഡിംഗ് പഠിക്കുക എന്നുള്ളത്. സോ എഫേർട്ട് എടുക്കാനും സ്വയം പഠിക്കാനും തയ്യാറാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ എന്താണ് സ്വിംഗ് ട്രേഡിംഗ്? ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ദിവസം തന്നെ സ്റ്റോക്ക് വാങ്ങും, വിൽക്കും, എല്ലാ സെറ്റിൽമെന്റും അന്നത്തെ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മേ ബി കുറച്ച് ദിവസങ്ങൾ അതല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ നമ്മൾ കയ്യിൽ വെച്ചതിന് ശേഷം നമ്മൾ അത് വിൽക്കുകയാണെങ്കിൽ ആ ഹോൾ സെറ്റിൽമെന്റ് പ്രോസസ് തീർക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ സ്വിംഗ് ട്രേഡിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗിലോട്ട് ബിഗിനർ ആണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് രീതിയാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിയാക്ഷൻസും വളരെ ഹൈ ലെവൽ ഓഫ് പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെ അത്യാവശ്യമാണ്. പക്ഷേ സ്വിംഗ് ട്രേഡിംഗിൽ നമുക്ക് ആലോചിക്കാൻ കുറച്ചും കൂടെ സമയം കിട്ടും എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്ത് ട്രേഡിംഗിന്റെ ഒരു ഹാങ് കിട്ടിയതിന് ശേഷം ഇൻട്രാഡേ ട്രേഡിംഗിലേക്ക് കടക്കുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. അതല്ല നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് തന്നെയാണ് ചെയ്യാൻ മുന്നോട്ട് താല്പര്യമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രമാണോ ഇൻട്രാഡേ ട്രേഡിംഗും സ്വിംഗ് ട്രേഡിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് തോന്നുന്നവർക്ക് അതല്ല, കൂടുതൽ വ്യത്യാസങ്ങളുണ്ട്. നമുക്കതൊക്കെ നോക്കാം. ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ്. ഇൻട്രാഡേ ട്രേഡിംഗിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി സ്വിംഗ് ട്രേഡിംഗിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രമല്ല ഇൻട്രാഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും ഒരേ സമയം ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരിൽ മിക്ക ആളുകളും ഒരേ സ്റ്റോക്ക് തന്നെ ആയിരിക്കില്ല ഈ രണ്ട് കാര്യത്തിനും വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് പിക്ക് ചെയ്യുന്നതിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അങ്ങനത്തെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് വരാം. ഓൾറൈറ്റ്, അപ്പോൾ എങ്ങനെയാണ് സ്വിംഗ് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് മുന്നോട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രേഡിങ്ങിനെ പറ്റി പഠിക്കും. ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് സ്ട്രാറ്റജീസ് എന്നൊക്കെ പഠിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് പഠിക്കുന്നതിന് മുകളിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സ്വയം ശ്രമിക്കും. പക്ഷേ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ഒരു പുസ്തകം എടുത്തു വെച്ച് വായിച്ചാണെങ്കിൽ മിക്ക ആളുകൾക്കും പുസ്തകം എടുത്തു വെച്ച് ട്രേഡിംഗ് ഒക്കെ വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ വളരെ കളർഫുൾ ആയിട്ട് ഫിഗേഴ്സും ചാർട്ട്സും ഒക്കെ വെച്ച് ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ നമുക്കൊക്കെ ആ പുസ്തകം വായിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ലേ? ഞാനൊരു പുസ്തകം കാണിക്കാം. സീബ്ര ലേൺ പ്ലാറ്റ്ഫോമിലുള്ള അസീം സിംഗാൽ എഴുതിയ ഈ പുസ്തകം 51 ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്ന ഈ പുസ്തകം വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്കൊട്ടും മടുപ്പ് തോന്നാത്ത രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്ന ചാപ്റ്റർ. ഇതായിരുന്നു ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ. ഇവിടെ ഒരു സ്ട്രാറ്റജി ആദ്യം പറയും, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പിന്നീട് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മൂവിംഗ് ആവറേജും ഫിബൊനാച്ചിയും വെച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആദ്യം പറയുന്നത്. എങ്ങനെ എൻട്രി എടുക്കണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം പറഞ്ഞു തരുന്നു. അതിനുശേഷം എങ്ങനെ എക്സിറ്റ് ചെയ്യണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പിന്നീട് പറഞ്ഞു തരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 7 പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഇവിടെ ആദ്യം പറയുന്ന സ്ട്രാറ്റജി തന്നെ മൂവിംഗ് ആവറേജും പിന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെയും ഇതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ എൻട്രി എടുക്കാം, എക്സിറ്റ് എടുക്കാം, ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 51 ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പഠിച്ചിട്ട് ഈ സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണമെന്നൊന്നുമല്ല. ഈ സ്ട്രാറ്റജീസ് എന്താണ്, എങ്ങനെയാണ് ആളുകൾ ഇതിനെ സമീപിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതിൽ ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇൻഡിവിജ്വൽസിന് വർക്കൗട്ട് ആവാൻ പോകുന്നത് എന്ന് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇതൊക്കെ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും നല്ല കാര്യമാണ്. എനിക്ക് ഈ പുസ്തകത്തിന്റെ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയത് ഇത് വളരെ ഇന്ററാക്റ്റീവ് ആണ് എന്നുള്ളതാണ്. നമുക്ക് ഒട്ടും മടുപ്പ് തോന്നാതെ ഇത് വായിച്ച് തീർക്കാനും നമുക്ക് സാധിക്കും. ഒരുപാട് നീട്ടി വലിച്ചിങ്ങനെ പറയാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കൺഫ്യൂഷനും വരില്ല. ഇനി ഈ ബുക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ കോപ്പി ആയിട്ടും ഹാർഡ് കോപ്പി ആയിട്ടും റിസീവ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന AFI20 എന്ന് പറയുന്ന ഈ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കിട്ടും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സീബ്ര ലേണിന്റെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഒരുപാട് തരത്തിലുള്ള പുസ്തകങ്ങൾ, പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അവിടുത്തെ ഏത് പുസ്തകം വായിക്കണമെങ്കിലും നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കൂപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പുസ്തകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ മടിയൊന്നും കാണിക്കേണ്ട, അത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ എങ്ങനെയാണ് സ്വിംഗ് ട്രേഡേഴ്സ് പൈസ ഉണ്ടാക്കുന്നത്? നമ്മൾ നേരത്തെ വീഡിയോസിൽ ഓൾറെഡി ട്രെൻഡ് എന്താണ് എന്ന് പഠിച്ചു. മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകുന്നതാണ് ഈ ട്രെൻഡ് എന്ന് പറയുന്നത്. ചില ട്രെൻഡുകൾ മാസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിന്നേക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു ഈ അപ് ട്രെൻഡ് ആണെങ്കിൽ അതല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ട്രെൻഡ് ഒരിക്കലും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കില്ല പോകുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിലുള്ള അപ് സ്വിങ്സും ഡൗൺ സ്വിങ്സും ഒക്കെ ചേർന്നതാണ് ഈ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓരോ സ്വിങ്ങും ഒരു സ്വിംഗ് ട്രേഡർക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത് കൃത്യമായിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതെങ്ങനെ
ക്യാപ്ചർ ചെയ്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു എന്നുള്ളതിലാണ് ഒരു സ്വിംഗ് ട്രേഡറിന്റെ കഴിവ്. മിക്കപ്പോഴും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പലപ്പോഴും ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ടെക്നിക്കൽ അനാലിസിസ് തന്നെയാണ് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ഒട്ടും തന്നെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇവിടെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് പല ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രൈസ് കൂടും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു സ്വിംഗ് ട്രേഡർക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ പഠിച്ചത് മുകളിലോട്ടോ താഴോട്ടോ പ്രൈസ് പോവുകയാണെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള അവസരമുണ്ട് എന്നാണ്. കാരണം എന്താണ്? ഇൻട്രാഡേ ട്രേഡിംഗിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന മറ്റൊരു അവന്യൂയിലോട്ട് പോകുന്ന സമയത്ത് ഇതിനെപ്പറ്റി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ സ്വിംഗ് ട്രേഡിംഗിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ചെറിയൊരു സംശയം കൂടെ നമുക്ക് വരും, ഒരു സ്വിംഗ് ട്രേഡർക്ക് എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന്. ഞാനത് ക്വിക്കായിട്ടൊന്ന് പറയാം. ടെക്നിക്കൽ അനാലിസിസ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും നിൽക്കുന്ന ഒരാളുണ്ട് എന്ന് കരുതുക. നമുക്കൊരു സ്റ്റോക്കിന്റെ എക്സാമ്പിൾ എടുക്കാം. ആ സ്റ്റോക്ക് ഇപ്പോൾ ഒരു ചെറിയ കൺസോളിഡേഷൻ ഫേസിൽ കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റേഞ്ചിൽ കൂടാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതുക. ഇതൊന്നും അറിയാതെ അപ്പം തന്നെ ഈ സ്റ്റോക്ക് ഒരെണ്ണം വാങ്ങിച്ചു വെച്ച ഒരാളുണ്ട് എന്ന് കരുതുക. അയാൾ ടെക്നിക്കൽ അനാലിസിസ് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ആ സ്റ്റോക്ക് വാങ്ങിക്കുന്നു. കുറേ നാളത്തേക്ക് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ റേഞ്ചിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നു. അദ്ദേഹം പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതിനുശേഷം ഈ സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നു. അപ്പോഴും ഈ വാങ്ങിയ ആൾക്ക് പ്രത്യേകിച്ച് ടെക്നിക്കൽ അനാലിസിസ് ഒന്നും അറിയില്ല, എപ്പോൾ എക്സിറ്റ് ചെയ്യണം ഇതൊന്നും അറിയില്ല. അവിടെ വെച്ച് എക്സിറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. പക്ഷേ അദ്ദേഹം ഹോൾഡ് ചെയ്തത് ഒരു വലിയ കാലത്തേക്കാണ്. ഇനി അവിടെ എക്സിറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രൈസ് വീണ്ടും താഴോട്ട് വരും. അദ്ദേഹം വാങ്ങിച്ച പ്രൈസ് തന്നെ ചിലപ്പോൾ എത്തിയെന്ന് വരാം, അതിലും താഴോട്ട് പോയിന്ന് വരാം. എപ്പോൾ എക്സിറ്റ് ചെയ്യണമെന്ന് അറിയാതെ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അവരവിടെ നിൽക്കും. അതേസമയം കൃത്യമായിട്ട് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്ത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നത് എപ്പോഴാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ഹോൾഡിംഗ് ടൈം കുറച്ചൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഏകദേശം നല്ല ഒരു സമയം നോക്കി എൻട്രി ചെയ്ത് അവിടെ നിന്നും പ്രൈസ് മുകളിലോട്ട് പോയി അവർ വെച്ചിരിക്കുന്ന അവരുടെ ആ പ്രോഫിറ്റ് എത്തുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങാനും അവർക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് ഒരു സ്വിംഗ് ട്രേഡർക്ക് യൂസ്ഫുൾ ആവുന്നത്. ഇതൊന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്ന ഒരാൾ ഡെഫിനറ്റ് ആയിട്ടും അവരുടെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യും. സമയം വേസ്റ്റ് ആവുന്നതിനോടൊപ്പം തന്നെ അവരുടെ ക്യാപിറ്റലും അവിടെ ബ്ലോക്ക് ആയി തന്നെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻട്രിയും എക്സിറ്റും ചെയ്യേണ്ട സമയവും പ്രൈസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഒരു സ്വിംഗ് ട്രേഡർ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഞാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിരുന്നു, സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് എന്ന്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചാണ്, ഏത് പുസ്തകമാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ പോവുകയാണ് എന്ന് കരുതുക. ABC എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനി ചിലപ്പോൾ 2 മാസത്തിനകം ബാങ്ക്രപ്റ്റ് ആവാൻ പോകുന്ന കമ്പനി ആയിരിക്കും. അത് ബാങ്ക്രപ്റ്റ് ആവാൻ പോകുന്നു എന്ന് ചിലപ്പോൾ എനിക്ക് നല്ല ബോധ്യവും ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കണ്ടാൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾ അവിടെ എൻട്രി എടുക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കും, ഇറങ്ങും. പക്ഷെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ബാങ്ക്രപ്റ്റ് ആവാൻ പോകുന്ന കമ്പനിയിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ടൊരു എൻട്രി എടുക്കാൻ സാധ്യതയില്ല. കാരണം ഈ സ്റ്റോക്ക് വാങ്ങി ഡെലിവറി എടുത്ത് നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ 2 ആഴ്ചയോ 3 ആഴ്ചയോ മാസങ്ങളോ നീണ്ടുപോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടും 2 ആഴ്ചയോ 2 മാസമോ കഴിയുമ്പോൾ ഡിസപ്പിയർ ആവാൻ പോകുന്ന ഒരു കമ്പനിയിൽ ഒരിക്കലും ഒരാൾ സ്വിംഗ് ട്രേഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ അതേസമയം സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾ ആ കമ്പനിയുടെ ഒരു ബേസിക് ഫണ്ടമെന്റൽസ് അറിയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങിലുമുള്ള സ്റ്റോക്ക് സെലക്ഷന്റെ ഡിഫറൻസ്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിൽ ഏതാണ് ചേരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളിൽ ഒരാൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചേരുന്നത് എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ആണ് ചേരുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഓരോ ആളുകളുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്, അവർക്ക് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഡിഫറൻ്റ് ആണ്, അവരുടെ സ്കിൽസ് ഡിഫറൻ്റ് ആണ്, ഇതെല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഓരോരുത്തരുമാണ് അവർക്ക് ചേരുന്ന ഏതാണ് എന്ന് ചൂസ് ചെയ്യേണ്ടത്. പല ആളുകളും ഇൻട്രാഡേ ട്രേഡിങ്ങിനെ ആക്റ്റീവ് ഇൻകം എന്നും സ്വിംഗ് ട്രേഡിങ്ങിനെ പാസീവ് ഇൻകം എന്നും വിളിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. പാസീവ് ഇൻകം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ പോലും ഞാൻ ബിലീവ് ചെയ്യാത്തൊരു സംഭവമാണ്. എടപ്പള്ളി ജംഗ്ഷനിൽ ജനറേഷൻ വെൽത്ത് ആയിട്ട് കിട്ടിയ വലിയൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ വെറുതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു വീടിന്റെ വാടക നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ FD ഇടാനോ അതല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് ആയിട്ടൊക്കെ ഇടാനോ സാധിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ പാസീവ് ഇൻകം കിട്ടിയേക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വാങ്ങി കൂട്ടിയ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡോ, ഇതിനെയൊക്കെ നമുക്ക് പാസീവ് ഇൻകം എന്ന് വിളിക്കാൻ സാധിക്കുമെങ്കിലും നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് ഈ പാസീവ് ഇൻകം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കുള്ളത് ആകെ സൈഡ് ഇൻകവും സൈഡ് ഹസിൽസും ആണ്. അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. സ്വിംഗ് ട്രേഡിങ്ങും അങ്ങനെ തന്നെയാണ്. അതൊരു പാസീവ് ഇൻകം അല്ല,
സംഭവമല്ല. നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്താൽ പൈസ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിളിക്കാൻ ഇൻട്രസ്റ്റഡ് ആവുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് എന്നും സ്വിംഗ് ട്രേഡിങ്ങിനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സും എന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ചേരുന്നത് എന്ന് പല കാറ്റഗറിയിലായിട്ട് നമുക്ക് നോക്കാം. ആദ്യം സമയം തന്നെ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, ഇത് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. നിങ്ങൾക്ക് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഇതിനുവേണ്ടി മാറ്റി വയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയം മാറ്റി വയ്ക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളൊരു ഫുൾ ടൈം ജോബ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആവാൻ പോകുന്നത്. ഈ ടൈം എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഭാഗമാണ് റിസൾട്ട് കിട്ടാനുള്ള ടൈം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് ഇന്ന് തന്നെ കിട്ടും. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിന്നാൽ മാത്രമേ നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടുന്നത് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെ നമ്മുടെ ക്യാപിറ്റലും ബ്ലോക്ക് ആയിരിക്കും. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളൊരു അൺസർട്ടനിറ്റി അവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞ രണ്ടും ഇതിന്റെ പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും അല്ല. ഈ രണ്ട് ട്രേഡിങ്ങും രണ്ട് രീതിയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഇനി രണ്ടാമത്തത് ഡിസിഷൻ ടേക്കിംഗ് ടൈം. ഇതും ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചാണ്. ഏത് പുസ്തകമാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുന്നതിലെ ലെവൽ 1 പോലെയാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതേ ഗെയിം തന്നെ നമ്മൾ ലെവൽ 9 കളിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഈ ലെവൽ 9 നമ്മുടെ റിയാക്ഷൻ ടൈം കുറച്ചുകൂടെ ക്വിക്ക് ആയിരിക്കണം. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ തന്നെ അത്രയും കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ മാർക്കറ്റിന്റെ ഒരു ഹാങ് കിട്ടി ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിംഗിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് നാൾ സ്വിംഗ് ട്രേഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. ആ മാർക്കറ്റിന്റെ ഒരു ഹാങ് കിട്ടാനായിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്തിട്ട് അതിനുശേഷം ഇൻട്രാഡേ ട്രേഡിംഗിലോട്ട് കടക്കാം. ഇനി അടുത്ത പോയിന്റ് ആണ് ഇമോഷൻ. ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസിന്റെ റോളർ കോസ്റ്ററിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് ഡെഫിനറ്റ് ആയിട്ടും അതൊരു എക്സ്ട്രീം റോളർ കോസ്റ്റർ ആയിരിക്കും. സ്വിംഗ് ട്രേഡറിന് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറവായിരിക്കും. സോ നമ്മുടെ ഇമോഷൻസ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കണം. അതിന് പ്രാക്ടീസും വേണം. അങ്ങനെ സാധിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാതിരിക്കുക, സ്വിംഗ് ട്രേഡിംഗിലേക്ക് കടക്കുക. സ്വിംഗ് ട്രേഡിംഗിലെ പോലും ഇമോഷൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ട്രേഡിംഗ് തന്നെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം മുന്നോട്ട് ചെയ്യുക. ഇമോഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് പ്രോപ്പറായിട്ട് പഠിക്കാനും അത് കറക്റ്റ് ചെയ്യാനും മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് ഇമോഷണലി ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഒരു ബിഗിനർക്ക് ഇപ്പം തന്നെ അത് ഒരിക്കലും അസസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തത് ബ്രോക്കറേജസ്. ഇൻട്രാഡേ ട്രേഡിംഗ് വളരെ ചെറിയൊരു ക്യാപിറ്റലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ബ്രോക്കറേജസ് ഒക്കെ കഴിഞ്ഞ് ഒരു ലാഭം കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ഒരു സ്വിംഗ് ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഓർഡേഴ്സ് അത് സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും ഓർഡേഴ്സിന്റെ എണ്ണം ഇൻട്രാഡേ ട്രേഡിംഗിൽ കൂടുതലായിരിക്കും. അത് മാത്രമല്ല ഇൻട്രാഡേ ട്രേഡിംഗിൽ ചില ബ്രോക്കേഴ്സ് കൂടുതൽ പൈസയുമാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ ബ്രോക്കറേജസ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷേ പഠിക്കുന്ന സ്റ്റേജിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈ 1000 രൂപയും ബ്രോക്കർ കൊണ്ടുപോകും. അവിടെ നിന്ന് നിങ്ങൾ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ അവിടെ നിങ്ങൾ ഗെയിൻ ചെയ്യാൻ പോകുന്നത് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമാണ്. അപ്പോൾ ബ്രോക്കറേജസ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻട്രാഡേ ട്രേഡിംഗ് തന്നെയായിരിക്കും ബ്രോക്കറേജസ് കൂടുതൽ. അപ്പോൾ നമ്മളത് കവർ ചെയ്യാൻ പോകുന്നത് കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴും കൂടുതൽ ട്രേഡ്സ് നമുക്ക് പ്രോപ്പറായിട്ട് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോഴുമാണ്. ഇനി അടുത്തത് റിട്ടേൺസ്. സ്വിംഗ് ട്രേഡിംഗിൽ ലെവറേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലെവറേജ് എന്താണ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻട്രാഡേ ട്രേഡിംഗിൽ നമുക്ക് ലെവറേജ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. സ്വിംഗ് ട്രേഡിംഗിൽ ലെവറേജ് ഉണ്ട്. അത് MTF എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമ്മുടെയൊക്കെ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കും. ഡെയിലി കടമായിട്ട് ബ്രോക്കർ നമുക്ക് തരുന്ന പണമാണ് ഈ MTF ഫെസിലിറ്റി വഴി നമുക്ക് കിട്ടുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അന്ന് തന്നെ ഫുൾ പരിപാടി സെറ്റിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിവസങ്ങളോളം ഈ ലെവറേജ് നമുക്ക് തരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പക്ഷേ സ്വിംഗ് ട്രേഡിംഗ് അങ്ങനെയല്ല. നമ്മൾ കുറച്ച് നാളത്തേക്കായിരിക്കും സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പണം നമുക്ക് കുറച്ച് നാളത്തേക്ക് ഈ ബ്രോക്കർ തരേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഗിനറിനുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ ബിഗിനറായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് MTF ഫെസിലിറ്റി യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. മേ ബി മുന്നോട്ട് കൂടുതൽ കോൺഫിഡന്റ് ആവുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ കൺസിഡർ ചെയ്യാം. സോ ആ ഒരു കേസിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ലെവറേജ് ഇല്ല എന്ന് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നതും നമ്മുടെ ക്യാപിറ്റലിന്റെ വലിപ്പം വെച്ച് തന്നെ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അത്രത്തോളം ലെവറേജ് കിട്ടുന്നത് കൊണ്ട് ഇൻട്രാഡേ ട്രേഡ് വഴി ആയിരിക്കാം ചിലപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന്റെ ടെക്നിക്കാലിറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണ്, സ്വിംഗ് ട്രേഡിംഗ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ട്രേഡ് നമ്മൾ നമ്മുടെ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇത് ഞാനിവിടെ പറയുന്നതിന്റെ കാര്യം നമ്മൾ നമ്മുടെ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി ഏതെങ്കിലും ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ ആ സമയത്ത് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ആദ്യം ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇവിടെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ കമ്പനിയെ സമീപിക്കേണ്ടതോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സമീപിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. കാരണം
കാരണം വളരെ സിമ്പിളായിട്ട് ഈ എക്സ്ചേഞ്ചിൻ്റെ നമ്മുടെ ഇടയിൽ നമ്മുടെ ബ്രോക്കർ നിന്നുകൊണ്ട് ഈ പരിപാടികളെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരും. സോ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറുക, ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക. അത് Zerodha ആയിരിക്കാം, അപ്സ്റ്റോക്സ് ആയിരിക്കാം, ഗ്രോ ആയിരിക്കാം, സഹി ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാറ്റ്ഫോമിലും കയറി നിങ്ങൾക്ക് എടുക്കാം. അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിൽ ചോദിക്കാം, ഞാൻ അവിടെ റിപ്ലൈ തരാം. ആ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞ് ഈ വീഡിയോ മുഴുവൻ വലിച്ചു നീട്ടുന്നില്ല. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ബ്രോക്കർ എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബ്രോക്കറിന്റെ കീഴിൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്നതാണ്. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബ്രോക്കറിന്റെ കീഴിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് പിന്നീട് നിങ്ങൾക്ക് അതിലും ബെറ്റർ ആയിട്ട് മറ്റൊരു ബ്രോക്കറിനെ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്വിച്ച് ചെയ്ത് മറ്റൊരു ബ്രോക്കർ പ്ലാറ്റ്ഫോമിലേക്ക് മാറി അവിടെ ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്സ്റ്റോക്സ് ആണ്. ആ അപ്സ്റ്റോക്സിന്റെ ആപ്പിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത്രയും ബഹളമൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇതിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. പിന്നീട് നമുക്ക് അതിൽ ഓരോന്നായിട്ടെടുത്ത് ക്ലാരിറ്റി ഉണ്ടാക്കാം. ഇവിടെ താഴെ കാണുന്ന മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടില്ലേ? ഇത് ആക്ച്വലി നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ ഒക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ കാർട്ടിൽ സാധനം ആഡ് ചെയ്തിട്ടില്ലേ, അത് നമ്മൾ വാങ്ങിക്കൊന്നുമല്ല, നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലിസ്റ്റാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാം. മൾട്ടിപ്പിൾ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി നമുക്ക് എന്തിനാണ് തന്നിരിക്കുന്നത്? നമുക്ക് ചിലപ്പോൾ ചില സ്റ്റോക്സ് നമുക്ക് ലോങ് ടേം അക്യുമുലേറ്റ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഫോർ ലോങ് ടേം അക്യുമുലേഷൻ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്തിടാം. അതല്ലെങ്കിൽ ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്റ്റോക്സ് ആഡ് ചെയ്തിടാം. ഫോർ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്റ്റോക്സ് ആഡ് ചെയ്തിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ട്രേഡിംഗിന്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ HDFC ബാങ്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് റെക്കമെൻഡേഷൻ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് അതെടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ HDFC ബാങ്കിന്റെ ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ ചാർട്ടൊക്കെ എടുത്ത് നോക്കി. ഇപ്പോൾ ഞാൻ അനലൈസ് എല്ലാം ചെയ്തിട്ട് HDFC ബാങ്കിന്റെ സ്റ്റോക്ക് വാങ്ങിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് കരുതുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് വെറും ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓൾറെഡി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ബൈ കൊടുത്തു. ബൈ കൊടുക്കുമ്പോൾ ഈ പോപ്പപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഈ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഓർഡർ ഫോം എന്ന് പറയുന്നത്. ഈ ഓർഡർ ഫോമിലുള്ള ഓരോ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് അറിഞ്ഞിരിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ HDFC ബാങ്ക് എന്ന് കാണാം. അതിന്റെ തൊട്ടിപ്പുറത്ത് ആ ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രൈസ് നമുക്ക് കാണാം. അതിന്റെ തൊട്ടിപ്പുറത്ത് NSE BSE നമ്മുടെ ഇന്ത്യയിലുള്ള 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അപ്പം 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ഏത് വേണേൽ ചൂസ് ചെയ്യാം. മിക്ക സമയം സിമിലർ പ്രൈസ് തന്നെ ആയിരിക്കും. അവിടെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ റെഗുലർ, GTT, MTF എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ റെഗുലർ മാത്രം നമുക്ക് നോക്കാം, മറ്റേ 2 അവിടെ നിൽക്കട്ടെ, നമുക്കത് പിന്നെ നോക്കാം. അപ്പോൾ റെഗുലറിന് തൊട്ട് താഴെ എന്താണ് കിടക്കുന്നത്? ഡെലിവറി എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി വേണം ചൂസ് ചെയ്യാൻ. അതല്ലെങ്കിൽ നമ്മൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ഡെലിവറി തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ എത്ര ക്വാണ്ടിറ്റി വേണം എന്ന് അടിച്ചു കൊടുക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെ 1, 2, 3, 10 എന്ത് വേണം നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്നത് ഇപ്പം മാർക്കറ്റ് അവേഴ്സിലാണ് നിൽക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആണ്. ഇനി ഞാൻ നിങ്ങളെ വേറൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന കാണാമല്ലോ, പ്ലേസിംഗ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ, ലേൺ മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എന്താണ് എന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഈ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ AMO എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ടൈമിൽ അല്ലാത്ത സമയത്ത് നമുക്ക് ഒരു ഓർഡർ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിപ്പോൾ അപ്സ്റ്റോക്സിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സമയത്ത്, അതായത് വൈകുന്നേരം ഈ മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പക്ഷേ മറ്റുള്ള ബ്രോക്കേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ AMO എന്ന് പറയുന്നൊരു ഓപ്ഷൻ തന്നെയുണ്ട്, വേണമെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ അല്ലാത്ത സമയത്ത് നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ആ ഓർഡർ എക്സിക്യൂട്ട് ഒന്നും ആവില്ല. എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ AMO ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ അപ്സ്റ്റോക്സിൽ അങ്ങനെ AMO ഓർഡർ ആണ് എന്ന് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് ആണ് എന്ന് ബ്രോക്കറിന് ഓൾറെഡി അറിയാം, നമ്മൾ ആ സമയത്താണ് ലോഗിൻ ചെയ്ത് കയറുന്നതെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് ഓർഡർ ഇടുവാണെന്നുണ്ടെങ്കിൽ അത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ആണെന്ന് അവർക്കറിയാം. നമ്മൾ പ്രത്യേകിച്ച് അത് ചൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ഇടണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രോക്കറിൽ ഒരു AMO ഉണ്ടെങ്കിൽ ആ AMO ചൂസ് ചെയ്യണം എന്ന് മാത്രം. ഓൾറൈറ്റ്, അപ്പോൾ ഇതുവരെ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് കാണാം. മാർക്കറ്റ് ലിമിറ്റ്, SL ലിമിറ്റ്, SL മാർക്കറ്റ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 400 ആണ് ഇപ്പോൾ എന്ന് കരുതുക. നിങ്ങൾക്ക് വേണം അത് ഇപ്പോൾ തന്നെ വാങ്ങിക്കാം. അതല്ലെങ്കിൽ അതിന്റെ പ്രൈസ് 395 താഴുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതല്ല ഒരു 405 ആകുമ്പോഴാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പ്ലാനെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ ഇടാം. ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഓർഡർ ഇടണമെങ്കിലും നമുക്ക് ഓർഡർ ഇടാനുള്ള ഫെസിലിറ്റി തരുന്നതാണ് ഈ 4 ഓപ്ഷൻസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഇവിടെ കാണാം HDFC ബാങ്കിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് 216 രൂപയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ മാർക്കറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് ഇവിടെ കണ്ടില്ലേ, പ്രൈസിന്റെ അവിടെ ഒരു ലോക്കാണ് കിടക്കുന്നത്. അവിടെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ റിവ്യൂ ഓർഡർ കൊടുത്തിട്ട് എനിക്ക് ഈ ഓർഡറുമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, 400 ആണ് നിങ്ങളുടെ സ്റ്റോക്കിന്റെ പ്രൈസെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ആ പ്രൈസ് തന്നെ വാങ്ങിച്ച് മുന്നോട്ട് പോകാൻ
നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓർഡർ ടൈപ്പാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണ്, ഇപ്പോൾ 219 രൂപയാണ് HDFC ബാങ്കിന്. ഞാൻ മാർക്കറ്റ് ഇട്ടിട്ട് ഞാൻ ബൈ കൊടുത്തു എന്ന് വെക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് 219 തന്നെ അത് കിട്ടിക്കൊള്ളണം എന്നില്ല. മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ഏതാണോ അതിന് ഞാൻ വാങ്ങിക്കുക എന്നുള്ളതാണ് ഈ ഓർഡറിന്റെ അർത്ഥം. ഞാൻ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് 2020 അല്ലെങ്കിൽ 2021 ആണെന്നുണ്ടെങ്കിൽ ആ പ്രൈസിനായിരിക്കും എനിക്കത് കിട്ടാൻ പോകുന്നത്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിലാണ് നമുക്ക് ലിമിറ്റ് ഓർഡർ കൊടുക്കാം. ഈ ലിമിറ്റ് ഓർഡർ കൊടുത്തിട്ട് എനിക്കിവിടെ ഒരു പ്രൈസ് കൊടുക്കാം. ആ പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസിന്റെ മാക്സിമം ലിമിറ്റ് ആണ് ഞാനിവിടെ കൊടുക്കേണ്ടത്. ഇതിപ്പോൾ എത്രയാണ്? 2019 ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എനിക്കൊരു 2015 ആകുമ്പോഴാണ് എനിക്ക് വാങ്ങിക്കാൻ എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു 2015 എന്ന് കൊടുക്കാം. അപ്പോൾ 2015 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലോട്ട് അത് എത്തുന്ന സമയത്തായിരിക്കും ഈ ഓർഡർ ട്രിഗർ ആവാൻ പോകുന്നതും അത് എക്സിക്യൂട്ട് ആവുന്നതും. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. ഈ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസിനേക്കാളും മുകളിലുള്ള പ്രൈസിനാണ് എനിക്ക് സ്റ്റോക്ക് വാങ്ങിക്കേണ്ടത് എന്ന് കരുതുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊരു സംശയം തോന്നും, അതെന്തിനാണ് ഇപ്പോൾ ഉള്ള സ്റ്റോക്കിൻ്റെ പ്രൈസിനേക്കാളും കൂടിയ പ്രൈസിന് ഞാൻ സ്റ്റോക്ക് വാങ്ങിക്കുന്നത് എന്ന്. അപ്പോൾ അത് ട്രേഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു 400 ആണ്, അല്ലെങ്കിൽ 400 ആണെന്ന് തന്നെ വെച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ അസ്യൂം ചെയ്യുന്നത് ഇതൊരു 405 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് അത് തരും എന്നാണ് ഞാൻ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ 400 ആണെങ്കിൽ 405 ആകുമ്പോൾ വാങ്ങിക്കണം എന്നാണ് എനിക്ക് ഓർഡർ ഇടേണ്ടത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഇപ്പോൾ ഉള്ള പ്രൈസിനേക്കാളും മുകളിലുള്ള പ്രൈസിൽ എനിക്ക് ഒരു ഓർഡർ ഇട്ട് വെക്കാനായിട്ടാണ് ഞാൻ ഈ SL മാർക്കറ്റും SL ലിമിറ്റും ഉപയോഗിക്കുന്നത്. അപ്പോൾ SL മാർക്കറ്റ് നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ SL മാർക്കറ്റിൽ എനിക്കൊരു ട്രിഗർ പ്രൈസ് ഇവിടെ കൊടുക്കാം. ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിപ്പോൾ ഇവിടെ 2019 ആണ് HDFC ബാങ്കിൻ്റെ പ്രൈസ്. എനിക്ക് അവിടെ 2025 കൊടുക്കാം. അപ്പോൾ 2025 എന്നുള്ള പ്രൈസ് എത്തുന്ന സമയത്ത് ഈ ഓർഡർ ട്രിഗർ ആവും, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകും, അവിടെ വെച്ച് ഓർഡർ എക്സിക്യൂട്ട് ആവും. അതാണ് SL മാർക്കറ്റ്. അപ്പോൾ ഈ SL മാർക്കറ്റ് നമ്മൾ ഇപ്പോൾ കണ്ടു. SL മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു, ഇപ്പോൾ 2018 ഇപ്പോൾ നിൽക്കുന്നത്, എനിക്ക് 2025 ഇത് വാങ്ങിക്കേണ്ടത്. അപ്പോൾ 2025 ഞാനൊരു ട്രിഗർ പ്രൈസ് ഇട്ടു. പക്ഷേ 2025 ഈ ഓർഡർ ട്രിഗർ ചെയ്ത് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ എക്സിക്യൂട്ട് ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൈസ് ഒരു 2025 നിന്ന് 2030-35 ആയെന്ന് വെക്കുക. അത്രയും സമയം എടുക്കില്ല, പക്ഷേ 2030 ആയെന്ന് കരുതുക. അപ്പോൾ എനിക്ക് അത്രയും മൂവ്മെൻറ്റ് നഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന പ്രൈസ് ഒരുപാട് മുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ SL ലിമിറ്റ് എന്ന് പറയുന്ന ഓർഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം? എനിക്കിവിടെ ട്രിഗർ പ്രൈസ് കൊടുക്കുന്ന സമയത്ത് ഞാനിവിടെ പ്രൈസ് ഇട്ടിരിക്കുന്നത് 2025 ആണ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ 2024 എനിക്ക് ട്രിഗർ പ്രൈസ് ഇട്ട് വയ്ക്കാം. അതായത് 2024 എത്തുമ്പോഴത്തേക്ക് ട്രിഗർ ചെയ്യും. അതിനുശേഷം അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ്, ഇതിൻ്റെ ഒരിടയിൽ കിട്ടുന്ന പ്രൈസിൽ എനിക്ക് ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഓർഡർ എക്സിക്യൂട്ടായി എനിക്കിത് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ SL ലിമിറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിലും ലിമിറ്റിലും നമുക്ക് ഇതേപോലെ ഒരു കവർ ഓർഡർ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കവർ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവേണ്ട. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേറൊരു ഓർഡർ ഇട്ടുകൊണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഒരൊറ്റ കാര്യം കൂടെ പഠിക്കുന്നുണ്ട്, എന്താണ് ഈ GTT ഓർഡർ എന്നുള്ളത്. അപ്പോൾ GTT ഓർഡർ എന്ന് വെച്ചാൽ ഗുഡ് ടിൽ ട്രിഗേർഡ്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ GTT ഓർഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണുന്നത് പോലെ തന്നെ എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്ന് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ഓർഡർ വാലിഡിറ്റി 1 ഇയർ ആണ് എന്നും. പിന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഈ GTT ഓർഡർ അധികം യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ചെയ്യാറില്ല എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു സെറോദയിലൊന്നും GTT ഓർഡർ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ GTT ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പോലും ഇല്ല. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ GTT ഓർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും ഇതെല്ലാം നമുക്ക് പെർസെൻറ്റേജ് വൈസിലോ അല്ലെങ്കിൽ പ്രൈസിലോ ഒക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ഈ പ്രോസസ് ഫുൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ GTT ഓർഡർ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നതാണ് MTF എന്ന് പറയുന്നത്. നമ്മൾ MTF ഓൾറെഡി കണ്ടു. അപ്പോൾ MTFനെ പറ്റി നമുക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നില്ല. അപ്പോൾ എനിക്കറിയാം ഞാൻ ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടാണ് പറഞ്ഞത്, കാരണം ഇതിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ സീരീസിൻ്റെ 8ാമത്തെ വീഡിയോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഒന്നാമത് ട്രേഡിംഗ് എന്താണ്, അതിൻ്റെ ബേസിക്സ് എന്താണ് എന്നും പഠിച്ചു. 2 എന്താണ് ചാർട്ട് എന്ന് പഠിച്ചു. ഇനി 3 എന്താണ് പാറ്റേൺസ് എന്നും എങ്ങനെയാണ് അതിൽ നിന്ന് ആളുകളുടെ സൈക്കോളജി നമ്മൾ വായിച്ചെടുക്കുന്നതെന്നും നമ്മൾ പഠിച്ചു. ബൈയിങ്ങും സെല്ലിങ്ങിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചു. പിന്നെ ടെക്നിക്കൽ അനാലിസിസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. മാർക്കറ്റിലെ പല കണ്ടീഷൻസും ട്രെൻഡ്സും ഇതൊക്കെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ 6ാമത് നമ്മൾ പഠിച്ചത് എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്, എന്താണ് സ്വിംഗ് ട്രേഡിംഗ്, എന്താണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ടെക്നിക്കാലിറ്റി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ അങ്ങനെ ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടി. ഈ 6 കാര്യങ്ങൾ നമ്മൾ
പഠിച്ചപ്പോൾ തന്നെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഇതിലെ ഓരോ ടോപ്പിക്കും ഇൻ ഡെപ്തിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്തിനാണ് പഠിച്ചത്, എന്തുകൊണ്ടാണ് പഠിച്ചത്, എന്താണ് അതിൻ്റെ റെലവൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ലേ? അറിയാമെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ആ വീഡിയോസ് എന്തിനാണ് നമ്മൾ ചെയ്തത്, ആ വീഡിയോസിൻ്റെ റിലവൻസ് എന്താണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചു പോയി അതൊന്നുകൂടെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ തീർച്ചയായിട്ടും ആ പ്ലേലിസ്റ്റിൽ പോയി അതെല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ട്രേഡിംഗ് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാരണവശാലും ലോങ് ടേം ഇൻവെസ്റ്റിംഗ് വിട്ട് കളയരുത്. ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.